അവരുടെ സഹായം കൊണ്ടാണ് എനിക്ക് ഈ വിജയമുണ്ടായത്. അവൻ്റെ അശ്രദ്ധ കാരണമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ വിജയത്തിനും പരാജയത്തിനും ഒക്കെ വേറൊരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി വേറൊരാൾക്ക് കൊടുക്കുന്നു. ഇത്തരം കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് താങ്ക്സ് ടു. ഇത് ഇംഗ്ലീഷിലെ ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ്. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ആസ് എ റിസൾട്ട് ഓഫ്, അതിൻ്റെ ഫലമായി, അത് കാരണമായി എന്നൊക്കെ മീനിങ് പറയാം. ഇനി എക്സാമ്പിൾസ് നോക്കൂ. താങ്ക്സ് ടു ഹിം വി വൺ ദ മാച്ച്. അവൻ കാരണമാണ് ഞങ്ങൾ ആ മാച്ച് വിൻ ചെയ്തത്, ആ മാച്ച് ജയിച്ചത്. താങ്ക്സ് ടു ഹിസ് കെയർലെസ്നെസ് വി ലോസ്റ്റ് ദ മാച്ച്. അവന്റെ അശ്രദ്ധ കാരണമാണ് ഞങ്ങൾ ആ മാച്ച് പരാജയപ്പെട്ടത്. വി ലോസ്റ്റ് ദ മാച്ച്. താങ്ക്സ് ടു ഹിസ് കെയർലെസ്നെസ്. വി ലോസ്റ്റ് ദ മാച്ച് താങ്ക്സ് ടു ഹിസ് കെയർലെസ്നെസ്. അങ്ങനെയും പറയാം. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് മാത്രം അല്ല താങ്ക്സ് ടു ഉപയോഗിക്കുന്നത്. ഇവിടെ കെയർലെസ്നെസ് കൊണ്ടാണ്, അവന്റെ കെയർലെസ്നെസ് കൊണ്ടാണ് ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മാച്ച് പരാജയപ്പെട്ടത് എന്നാണ് മീനിങ്. താങ്ക്സ് ടു ജോൺ ആൻഡ് ടീം വി മാനേജ് ടു ഗെറ്റ് ദ പ്രോജക്റ്റ് ഫിനിഷ്ഡ് ഓൺ ടൈം. താങ്ക്സ് ടു ജോൺ ആൻഡ് ടീം വി മാനേജ് ടു ഗെറ്റ് ദ പ്രോജക്റ്റ് ഫിനിഷ്ഡ് ഓൺ ടൈം. ജോൺ, അതുപോലെ അവന്റെ ടീം, അവർ കാരണമാണ് വി മാനേജ് ടു ഗെറ്റ് ദ പ്രോജക്റ്റ് ഫിനിഷ്ഡ് ഓൺ ടൈം. ഞങ്ങൾക്ക് പ്രോജക്റ്റ് കൃത്യസമയത്ത് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. ഒരു സെന്റൻസ് കൂടി നോക്കൂ. വി വൺ ദ ഗെയിം താങ്ക്സ് ടു എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഫ്രം എവറി വൺ ഇൻ ദ ടീം. വി വൺ ദ ഗെയിം താങ്ക്സ് ടു എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഫ്രം എവറി വൺ ഇൻ ദ ടീം. ടീമിലുള്ള ഓരോരുത്തരുടെയും ഹാർഡ് വർക്ക് കാരണമാണ് ഞങ്ങൾ ആ ഗെയിം വിൻ ചെയ്തത്. ഇപ്പോൾ താങ്ക്സ് ടു എന്ന അഡ്വാൻസ് സ്ട്രക്ചർ ഉപയോഗിക്കാൻ പഠിച്ചില്ലേ?